കണ്ടോ മോളെ ഭാർഗവി, വാണി എന്റെ മരുമോൾ ഇവളാന്നങ്ങ് ആശീർവദിച്ചു കഴിഞ്ഞു. അതിന്റെ സൂചനയായിട്ട് അവക്ക് കിട്ടേണ്ട മാല അങ്ങ് താനെ അങ്ങോട്ട് പോയി. അതെ അച്ഛാ. ഇതിനൊക്കെ ലക്ഷങ്ങൾ വില വരുമല്ലേ? എടി പോത്തെ, ലക്ഷങ്ങളല്ല ലക്ഷോപലക്ഷങ്ങളാകും. കഴിഞ്ഞത് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് സീതാരാമ കല്യാണം നടത്തിയേ പറ്റൂ. റാം ഉണ്ടായിരുന്നെങ്കിൽ താമ്പൂലം കൈമാറിയിട്ട് പോവായിരുന്നു. സോറി ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി. നമസ്കാരം. എന്താ മോളെ പ്രിയ, എവിടെ അശോകൻ? അഞ്ജലിയും കണ്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞ രണ്ടുപേരും ഒരുമിച്ച് വരുന്നില്ലേ കരുതിയത്? അയ്യോ, ഇവരതിന് നവദമ്പതിമാരെ പോലെയൊന്നും അല്ല. എന്റെ മരുമോൻ കല്യാണത്തിന്റെ പിറ്റേ ദിവസം തന്നെ ജോലി എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങിപ്പോയി. ഇതുവരെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. തമ്മിൽ സംസാരിക്കാറുമില്ല. എന്തോ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ വരാനിരുന്നതാ. ജോലി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അവര് പിന്നെ വന്നോളൂ സർ. എന്താ മോളേത്, വീട്ടിലെ കുട്ടികളില്ലാതല്ലേ ഹോമം നടക്കുന്നത്? അവനും രാമനും എന്തോ ജോലിയെന്ന് പറഞ്ഞ് ദുബായിലേക്ക് പോയി. ആകെ നീയെങ്കിലും വന്നല്ലോ, ഒരുപാട് സന്തോഷമായി. കറക്റ്റ് സമയത്താ വന്നത്. ചെല്ലേ പോയി പ്രാർത്ഥിക്കും. നമ്മുടെ സീതയ്ക്ക് ഇങ്ങനെ വലിയൊരു ഭാഗ്യം കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ റാമുമായിട്ടുള്ള കല്യാണം ഞാൻ എന്നെ നടത്തി കൊടുത്തേനെ. നീ ഒറ്റയ്ക്കല്ല, നമ്മൾ നടത്തും. അയ്യ പൊടി. രാം സാർ ഹോസ്പിറ്റലിലും ഇല്ല. വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. ഒന്ന് പറയുക പോലും ചെയ്യാതെ എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇനി അമ്പലത്തിലേക്ക് എങ്ങനെ പോയതായിരിക്കോ? അഞ്ജു എന്നെയാണ് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. രാം സാറേ, എന്നോടൊരു വാക്ക് പോലും പറയാതെ എങ്ങോട്ടാ പോയത്? ഞാൻ എത്ര പേടിച്ചു പോയിന്നറിയോ? നിനക്ക് എന്നെ അത്രയ്ക്ക് മിസ് ചെയ്തോ? സോറി, അത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കാണോന്ന് ടെൻഷനായിപ്പോയി. വേറൊന്നുമില്ല, ഒന്നും തോന്നരുത്. ഇറ്റ്സ് ഓക്കെ. ചിലതൊക്കെ അങ്ങ് സംഭവിക്കുന്ന. ഇത്രയും ദിവസമായിട്ട് എൻ്റെ മനസ്സിലുള്ളത് പറയാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇയാളത് പറഞ്ഞു. തുറന്നു പറഞ്ഞില്ലെങ്കിലും അത് സമ്മതിച്ചല്ലോ. ഇത്രയും ദിവസം എനിക്കാരും ഇല്ലെന്നാ കരുതിയത്. പക്ഷെ അഞ്ജുവിനെ കണ്ടത് എനിക്കൊരു പുതിയ ജീവിതം കിട്ടിയതുപോലെ ആയിരുന്നു. ഐ എം വെരി ലക്കി അഞ്ജു. റാമിന്റെ കല്യാണകാര്യങ്ങള് ഈ ശുഭകാര്യം കഴിഞ്ഞാൽ തുടങ്ങാന്ന് വിചാരിച്ചിരുന്നേ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും ഒത്തുവന്നില്ല. അയ്യോ,
രാമൻ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് നടന്നില്ലേ? അവനെന്തോ അർജന്റ് കോൾ വന്നിട്ടല്ലേ, അതുകൊണ്ടാ പോയത്. ബിസിനസ് ആകുമ്പോ ഓരോ സെക്കൻഡും പ്രധാനപ്പെട്ടതാ. എന്താണെങ്കിലും നിങ്ങളെല്ലാരും വന്നല്ലോ, അത് തന്നെ സന്തോഷം. രാമൻ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ദിവസം നോക്കി ചടങ്ങുകളൊക്കെ അങ്ങോട്ട് നടത്താം. അങ്ങനെ പോരെ? നിങ്ങളൊരു വാക്ക് പറഞ്ഞാ മതി, അന്ന് ഞങ്ങള് താമ്പൂലം കൈമാറാൻ റെഡിയാ. അല്ലേ സീതേ? താമ്പൂല കൈമാറ്റെന്ന് പറഞ്ഞ താമ്പൂലം കൈമാറിയ കല്യാണം കൺഫേമാ. എന്തൊക്കെ സംഭവിച്ചാലും കല്യാണം ക്യാൻസൽ ആവില്ലെന്നാ അർത്ഥം. ശരിയല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്? ഒരു ലോ ക്ലാസ് സ്വഭാവം. ആ സംസാരം കേട്ടില്ലേ? ഇവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിലെ മരുമകളാക്കണോ? നോൺസെൻസ്. സീത, നീ എന്താ വല്ലാണ്ടിരിക്കുന്നേ? റാമില്ലാത്തോണ്ടാണോ? അങ്ങനെയൊന്നും അല്ലടി. അവന്റെ അച്ഛന്റെ അമ്മയുടെയും ചടങ്ങിന് അവനില്ലാത്തതിന്റെ ഒരു സങ്കടം. രാമിന്റെ കല്യാണം സ്വപ്നം കാണുവാണല്ലേ? കണ്ടോണ്ടിരി. ഇറ്റ്സ് സച്ച് എ വേസ്റ്റ് ഓഫ് ടൈം. അനികേത്, നീ എവിടെയാ? അനികേത്, ഇത്ര വലിയ വീട്ടിൽ ഞാൻ നിന്നെ എവിടെ വന്ന് തപ്പാനാ? ഓ, അന്ന് കല്യാണ വീട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചോണ്ട് നീ എന്നെ കളിപ്പിക്കുകയാണോ? ഇപ്പോ നീ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചോളാം. അങ്കിൾ, 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 സീമോളെ, അങ്കിൾ, നിങ്ങൾ ഇവിടെയായിരുന്നോ? പൂജയ്ക്ക് എന്താ നിങ്ങൾ വരാഞ്ഞത്? അത് സ്വല്പം ജോലി ഉണ്ടായിരുന്നു കുഞ്ഞെ ഇവിടെ, അതാ ബിസി ആയി പോയി, അതുകൊണ്ടാ വരാതിരുന്നത് കേട്ടോ. അങ്കിൾ, പ്രസാദം എടുത്തോളൂ. ഇത്ര ചെറിയ പ്രായത്തിൽ എല്ലാ മര്യാദകളും നീ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ കുഞ്ഞെ. സോ സ്വീറ്റ്, സോ സ്വീറ്റ്. അല്ല കുഞ്ഞെ, നിന്റെ കയ്യിൽ കുറച്ച് പ്രസാദമല്ലേ ഉള്ളൂ, അതിൽ നിന്ന് അങ്കിളിന് കൊണ്ട് തരാൻ തോന്നിയല്ലോ. ഇതിപ്പോ മോളെടുത്തോ, അങ്കിള് താഴോട്ട് വരുമ്പോ എടുത്തോളാം കേട്ടോ. ഓക്കെ അല്ലേ? കുഴപ്പമില്ല അങ്കിൾ, എടുത്തോളൂ. ഞാൻ സ്വീറ്റ് കുറച്ചേ കഴിക്കാറുള്ളൂ, എനിക്ക് ഷുഗർ ഉണ്ട്. ഞാൻ കുറച്ച് മധുരം കഴിച്ച സീതമ്മയ്ക്ക് സന്തോഷാവും. ഷുഗർ ഉണ്ടോ നിനക്ക്? എന്താ മോളെ നീ പറയുന്നേ? ഇത്ര ചെറിയ പ്രായത്തിൽ എങ്ങനെ ഷുഗർ ഉണ്ടാകുന്നത്? ആരുടെ ദൃഷ്ടി പതിഞ്ഞതാ മോളെ നിനക്ക്? അയ്യോ ഭഗവാനെ, എനിക്കൊരു ഇത്തിരിയെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിൽ അതെല്ലാം നിനക്ക് കിട്ടട്ടെ കുഞ്ഞ്. എന്നിട്ട് നിന്റെ വയ്യായി എനിക്ക് വന്നോട്ടെ. ഇത്ര ചെറിയ പ്രായത്തിലെ ഈ കുഞ്ഞിനിങ്ങനെ ഒരു വയ്യായി കൊടുത്തല്ലോ. അങ്ങനെയുള്ളവരൊക്കെ ആരാ ദൈവം എന്ന് വിളിക്കുന്നേ? ദൈവമല്ല മോളെ, അയാള് കല്ല, വെറും കല്ല്. എത്ര പൂജിച്ചാലും ഇളകാത്ത അലിയാത്ത കല്ലാണ്. അങ്കിൾ, നിങ്ങൾ കരയുന്നത് എന്തിനാ? ഇറ്റ്സ് ഓക്കെ അങ്കിൾ, എനിക്കൊരു കുഴപ്പമില്ല. സീതമ്മ ഫുൾ സ്ട്രിക്റ്റാ. ഞാൻ ഡെയിലി ഇൻസുലിൻ എടുക്കാറുണ്ട്. ഡോക്ടർ ആന്റിയും പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും പറ്റില്ല. നിങ്ങൾ കരയണ്ട. അങ്കിൾ, നിങ്ങൾ പ്രസാദം കഴിക്കേ. ഈ പ്രസാദം എന്തിനാ ചക്കരെ? ദൈവം തന്ന പ്രസാദമായിട്ട് നീ ഉണ്ടാവല്ലോ ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട്.
ഉണ്ടാവില്ലേ? സി നമസ്കാരം. വാ മോളെ. എത്ര നല്ല കുട്ടിയാണെന്നറിയോ ഇവള് സീതമ്മേ. പൊന്നായവള്. നീ വളരെ നല്ലവളാ. അതുകൊണ്ടാ നിന്റെ എല്ലാ ഗുണവും കിട്ടിയിട്ടുണ്ട് ഇവക്ക്. മിടുക്കിയ ഇവള്. നിങ്ങൾ എന്റെ മോള് പറയുന്ന പോലെ പറയുന്നത്. അവളോട് നീ എങ്ങനെയാ നല്ല കുട്ടിയായെന്ന് ചോദിച്ചാ അവളുടെ അമ്മ നല്ലതായോണ്ടാന്ന് അവള് പറയാറ്. നിങ്ങളും അവളെ പോലെ ആലോചിക്കുന്നത്. എല്ലാവരും ദുഷ്ടനാണെന്ന് പറയുന്നവനെ നീ ഒരു കുഞ്ഞായി കണ്ടില്ലേ മോളെ? ദുഷ്ടനോ? പ്ലീസ്, എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. നല്ലത് തിരിച്ചറിയണമെങ്കിൽ നല്ല മനസ്സുണ്ടാവണം. അത് നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വരൂ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഞാൻ ഇങ്ങനെയാ ഒറ്റയ്ക്കിരിക്കുന്നതാ കംഫർട്ടബിൾ എനിക്ക്. അവരുടെയൊക്കെ വഴിക്ക് അവര്, എൻ്റെ വഴിക്ക് ഞാനും. വെറുതെ അങ്ങോട്ട് വന്ന് എല്ലാവരെയും ഫേസ് ചെയ്യേണ്ടി വരും. എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ? നിങ്ങൾ രണ്ടുപേരും ചെല്ല്, കഴിക്കാൻ നോക്ക്. അച്ചോടാ മോളെ അമ്മയോടെ ചെല്ലാൻ നോക്ക്. ശരി, വരട്ടെ എന്നാ. ശരി മോളെ. സീതമ്മ, അവര് കരഞ്ഞോണ്ട് ചിരിക്കുന്നില്ലേ? അതെങ്ങനെ? എനിക്ക് അവര് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. അതൊക്കെ നിനക്ക് മനസ്സിലാവണമെങ്കിൽ ഇനിയും കുറെ സമയമെടുക്കും. വാ. അഞ്ജു, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നീ ഇങ്ങനെ നിൽക്കരുത്. എന്തെങ്കിലും പറ. അത് എനിക്കിപ്പോ നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. നിങ്ങളെ കാണാതായപ്പോഴാ എനിക്ക് നിങ്ങൾ എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് രാം സാറെ. ആരോ ഒരാൾ പിന്നാലെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാലും ഇങ്ങനെ ഒരു വാക്ക് പോലും പറയാതെ പോയാ എനിക്ക് പെട്ടെന്ന് എന്താ തോന്നുക? എങ്ങോട്ടാ നിങ്ങൾ പോയത്? അഞ്ജു, നീ RP എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? അയ്യോ, RPയോ? അതായത് രുദ്രപ്രതാപാണോ? ഏട്ടനും ഏട്ടത്തി എന്നോട് അവരെ കുറിച്ച് ചോദിച്ചിരുന്നു. എനിക്കും അവൻ ആരാ ഏതാണെന്നൊന്നും അറിയില്ല. പക്ഷെ അവൻ കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അഞ്ജു. ബുദ്ധിമുട്ടോ? എന്തു പറ്റി? അയ്യോ, എന്നെ കാണാൻ ആ RPയെ പോലെ തന്നെ ഉണ്ടെന്ന്. അതുകൊണ്ട് എന്നെ ഇപ്പൊ പോലീസ് തിരഞ്ഞോണ്ടിരിക്കുക. ഐ മീൻ RPയെ, അതായത് എന്നെ പോലെ തന്നെയുള്ള RPയെ. അതുകൊണ്ടാണ് അഞ്ജു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയുമായിരുന്നില്ല. രാത്രിക്ക് രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇറങ്ങേണ്ടി വന്നു. ആക്ച്വലി ഞാനിപ്പോ ആ പഴയ ഫോൺ യൂസ് ചെയ്യുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെയായിപ്പോ. ഫോണോ? അതെ അഞ്ജു, സോറി. എനിക്കിതൊന്നും തന്നോട് നേരത്തെ പറയാൻ പറ്റിയില്ല. എന്നാലും ഓരോ നിമിഷവും ഞാൻ തന്നെക്കുറിച്ച് ഓർക്കാറുണ്ട്. ഇപ്പൊ ഇത് പറയാൻ പറ്റിയല്ലോ, എനിക്ക് ഒരുപാട് സമാധാനമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ സേഫ് ആണല്ലോ അല്ലേ? ഇയാളെ കാണാൻ പറ്റിയില്ലേ? ഇപ്പൊ എനിക്ക് സേഫായിട്ട് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല അഞ്ജു. ഇയാൾ ഒരാൾ എൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് എനിക്കൊരു വിശ്വാസം തോന്നാറുള്ളത്. തൻ്റെ കൂടെ ജീവിക്കണമെന്ന് തോന്നും. ഞാൻ ഈ പറയുന്നത് എനിക്ക് നിന്നോട് മറച്ചു വെക്കാനും തോന്നുന്നില്ല. ഐ ലവ് യു അഞ്ജു.
ഞങ്ങളുടെ സീതയെ പോലെ നല്ലൊരു പെണ്ണിനെ നിങ്ങൾക്ക് ഇനി എവിടെ തെരഞ്ഞാലും കിട്ടില്ല. അവളെന്റെ നാത്തൂനായോണ്ടല്ല ഞാനിതൊന്നും പറയുന്നത്. അവൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെന്താ, കല്യാണം കഴിഞ്ഞ സീതയുടെ കൂടെ സിഹി ഇവിടെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ എന്ത് ജോലി ചെയ്യണമെങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്റെ സിഹിമോൾ വലിയ പെണ്ണിനെ പോലെ എല്ലാം നോക്കിക്കോളും. ആ ചേച്ചി, ഇത്ര ചെറിയ പ്രായത്തിലെ എന്റെ അമ്മയുടെ കല്യാണം ഞാൻ നടത്തിക്കോളാന്ന് പറഞ്ഞതാ. അത് ശരിയാ സുലോചന. പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും നല്ല ബുദ്ധിയ സീമോൾക്ക്. സീത എന്തെങ്കിലും ജോലിയിൽ ബിസി ആണെങ്കിൽ സമയത്ത് വെള്ളവും ജ്യൂസും ഒക്കെ കൊണ്ടു കൊടുക്കും. എത്ര കെയർ ചെയ്യുന്നറിയോ? കോഫിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം അവൾക്ക്. എന്നെക്കാളും ബെറ്ററാ. അപ്പോ സീത നിങ്ങളോട് ഇതിനെ കുറിച്ചെല്ലാം സംസാരിച്ചു എന്നർത്ഥം. ആവട്ടെ, സന്തോഷം. ഇതിനെ കുറിച്ചെന്ന് പറഞ്ഞ എന്തിനെ കുറിച്ച്? അതെ, ഈ സിഹിമോളെ ഞങ്ങൾ ഈ വീട്ടിലെ കുട്ടിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാലും വീട്ടിലെ കുട്ടി ഒരാളുണ്ടാകണ്ടേ, അതെന്റെ ഒരു ആഗ്രഹം. അയ്യോ, ഇതിപ്പോ പ്രത്യേകം പറയണോ? കല്യാണം കഴിഞ്ഞാൽ കുട്ടികളൊക്കെ അങ്ങ് ഉണ്ടാവും. ഉണ്ടായല്ലേ പറ്റൂ. ഒന്നും അറിയാത്ത പോലെ പറഞ്ഞാലെങ്ങനാ? നീ പറഞ്ഞത് കേട്ടപ്പോ ഒരു സമാധാനമുണ്ട് മോളെ. കണ്ടോ, പൂജ വരെ കഴിഞ്ഞു. എന്റെ മരുമോൻ ഇതുവരെ എത്തിയില്ല. ശരിയാണല്ലോ, ഈ അശോകൻ കല്യാണം കഴിഞ്ഞാൽ നന്നാവും എന്നൊക്കെ വിചാരിച്ചപ്പോ വഷളായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. സമാധാനത്തിൽ ഒരു 4 ദിവസം എവിടെയെങ്കിലും പോയി കറങ്ങിയിട്ട് വരാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവര് രണ്ടാളും ഞാൻ പറഞ്ഞാ കേൾക്കില്ലെന്നേ. ജോലി ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ മരുമോൻ. നിങ്ങൾക്ക് ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? പറഞ്ഞയച്ച പോരെ? അല്ല, ഇവര് രണ്ടുപേരെയും ഹണിമൂണിന് പറഞ്ഞയച്ച പോരെ? അച്ഛ, അച്ഛന് മരുന്ന് കുടിക്കാൻ സമയമായി. നിങ്ങളെല്ലാവരും വരൂ, ഫുഡ് റെഡിയാണ്. നിങ്ങളൊരു തീർത്ഥയാത്ര പോയിട്ട് വയലിനെ ശരിയായിക്കോളും. അങ്ങനെയാണോ? ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെയൊന്നും കരുതേണ്ട കാര്യമില്ല. എന്താന്ന് വെച്ചാൽ നിന്റെ നല്ല മനസ്സ് കണ്ട് സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അഞ്ജു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം അഞ്ജു. അതുകൊണ്ട് നീ എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല. ഇനി നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിനക്കെന്നെ വിശ്വാസമാണല്ലോ അല്ലേ? ആ വിശ്വാസം അവസാനം വരെ ശാശ്വതമായി എപ്പോഴും ഇതുപോലെ വേണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. കേട്ടോ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മുത്തശ്ശ? ആവട്ടെ മോളെ. ഓ, നിൽക്കുന്നേ. എന്താ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങോട്ട് വരാൻ പറ്റട്ടെ. അവൻ വരട്ടെ, പിന്നെ താമസിപ്പിക്കില്ല. മോളെ, നിങ്ങൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്താണെന്ന് ഫോൺ വിളിച്ച് പേടിപ്പിച്ചിട്ട് ഇപ്പൊ നീ ഇങ്ങോട്ട് വന്നില്ലേ? ഒരു കാര്യം ചെയ്യേ, അവധിയല്ലേ, അനികേതുണ്ട്, അവനും കളിക്കാനൊരു കൂട്ടാകും. വേണ്ട മുത്തശ്ശ, ഇപ്പൊ അവളതൊക്കെ സമ്മതിക്കും. കുറച്ചു കഴിഞ്ഞ് ഞാനില്ലാന്ന് പറഞ്ഞ് ബഹളം വെക്കും. കറക്റ്റാ. ഒരു ദിവസം അവൾ അവിടെ വീട്ടിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം തുടങ്ങി അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരച്ചില്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഇവിടെ നിർത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് രാമന്റെ സീതയുടെയും കല്യാണം നടത്തണം. മിസ്റ്റർ സാൻ, ഞാനിപ്പോ സീതമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോവുക. ഫ്രണ്ട് എന്നാണോ വീട്ടിലേക്ക് വരുന്നത്, അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. ഓക്കെ അല്ലേ? ഓക്കേ. എന്നാ ഇറങ്ങട്ടെ. ഇനി അങ്ങോട്ട് ഈ വീട്ടിലേക്ക് വരവും പോകുകയൊക്കെ കാണും. ഇടയ്ക്കിടയ്ക്ക് വരണം. ഇറങ്ങട്ടെ മുത്തശ്ശ. ആവട്ടെ മോളെ. ബൈ പ്രിയ. ഓക്കെ, ഞങ്ങൾ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യട്ടെ. അശോക് ചിലപ്പോ വരുമായിരിക്കും. എന്നിട്ട് ഇറങ്ങാം. അമ്മയും വിളിച്ച് നീ വീട്ടിലേക്ക് വാ. ആ മോളെ, നീയും ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വാ. അന്ന് വന്നിട്ടൊരു പോക്ക് പോയതല്ലേ. ശരി, ഇറങ്ങട്ടെ ആന്റി. ബൈ മേമ.
ബൈ സാധനമേമ. ബൈ ചെറിയച്ച. ബൈ ബൈ. 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 ഒരു മിനിറ്റ്. എന്തു പറ്റി സീത? സത്യൻ ചെറിയച്ചനോട് പോകുന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ പോയൊരു ബൈ പറഞ്ഞിട്ട് വരാം. ബാ. ഞങ്ങൾ പോയിട്ട് വരാം. സീത, എത്രയും പെട്ടെന്ന് ഈ വീട്ടിലെ മരുമോളായിട്ട് ഇങ്ങ് വാ മോളെ. നീ വന്നു കഴിഞ്ഞാ എൻ്റെ രാമന്റെ ജീവിതത്തിൽ മാത്രമല്ല വെളിച്ചം വരിക, ഈ വീട്ടിലും മൊത്തത്തിൽ വെളിച്ചം വരും. ബൈ അങ്കിൾ. അയ്യോ എൻ്റെ ചക്കര കുട്ടി, പോയി വാ കുഞ്ഞേ. ബൈ. ബൈ. ഈ പെണ്ണ് എന്നെ കണ്ട് യാത്ര പറയാൻ വേണ്ടി ഇവിടെ വരെ കയറി വന്നല്ലോ. ഇവള് കാരണം ഈ വീട്ടിൽ നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടും തിരിച്ചു വരും. ആ സത്യ ചേച്ചി, ചേച്ചി സത്യ ഇത്. ദൈവം ഒന്നെടുക്കുന്നത് മറ്റെന്തോ തരാൻ വേണ്ടിയാന്ന് പറയാറില്ലേ, അതുള്ളതാ. കണ്ടോ, നിങ്ങളുടെ സ്നേഹം തിരിച്ചെടുത്തു. പക്ഷെ നിങ്ങളുടെ പ്രതിരൂപം പോലുള്ള സീത ഈ വീട്ടിലെ മരുമോളായിട്ട് വരാൻ പോവാ. സത്യ അത്, സത്യ.